ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹിന്ദി പബ്ലിക് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസും എക്സാം ഡേയും എക്സാം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ മാത്സ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രിയിൽ എക്സാം വിന്നറിൻ്റെ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസിൻ്റെ ഒരു ലൈവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈവ് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈവ് ഒരു 11:55 ഓർ അങ്ങനെ എന്തോ സംതിങ് അത്ര വരെ ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ ലൈവ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലാഗായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 11:55 വരെയൊക്കെ ഇരുന്ന് നമ്മൾ മൊത്തം ആ ഒരു ലൈവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ ഞാൻ 9th നിന്നൊക്കെ സൈലാണ് കാണുന്നുണ്ടായത്, സോഷ്യലിനും ഹിന്ദിക്കൊക്കെ. പക്ഷേ എന്തോ ഈ പ്രാവശ്യം ഈ ഒരു 5 hours ലൈവ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സാമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയുകൊണ്ടാണ് ഇത് കണ്ടിട്ടുണ്ടായത്. എന്നിട്ട് പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. ഇനി നെക്സ്റ്റ് ഡേ, അതായത് നമ്മുടെ എക്സാമിന് തൊട്ട് തലേന്നത്തെ ദിവസം, അന്ന് നമ്മൾ രാവിലെ തന്നെ എണീച്ചു, വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി ആ ഒരു 5 hours ലൈവ് ഉണ്ടായിരുന്നു. ആ ഒരു ലൈവ് കുറച്ച് ഫുൾ കണ്ടു തീർത്തു. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് സൈലത്തിൻ്റെയും കൂടെ കണ്ടു തീർത്തു. എന്നിട്ട് പിന്നെ എന്ത് ലൈവ് കണ്ടാലും എനിക്ക് സ്വയം ഒന്ന് വായിച്ചാലേ ഒരു സമാധാനം കിട്ടും ഈ ലാംഗ്വേജ് സബ്ജക്ട്സിനൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് ഇരുന്ന് വായിക്കലായിരുന്നു. ഒരു 2-3 ചാപ്റ്റേഴ്സേ വൃത്തിക്ക് അങ്ങനെ വായിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രിയിലാണ് ഞാൻ ബാക്കിയൊക്കെ വായിച്ചിട്ടുണ്ടായത്. കാരണം എന്ന് വെച്ചാൽ സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു ചോക്കോബാറും കാര്യങ്ങളൊക്കെ കഴിച്ചു. എപ്പോഴും ഒരു ടെൻഷൻ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ഒരു എക്സാം സീസണിൽ കഴിക്കാൻ പാടില്ല, എന്നാലൊരു ആഗ്രഹമായതുകൊണ്ട് കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു 11:33 വരെ നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഇനി നമ്മുടെ എക്സാം ഡേ ആണ്. എക്സാം ഡേ ഞാൻ മോർണിംഗ് ബൂസ്റ്റ് കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ടെക്സ്റ്റ് നോട്ട് തന്നെ ഫുൾ വായിക്കലായിരുന്നു. എന്നിട്ട് പോയി എഴുതി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത്ര ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 2-3 1 വേർഡ്സ് മാത്രം കുറച്ച് ട്വിസ്റ്റ് ആയിട്ട് ചോദിച്ച പോലെ എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി പറയാം.